അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഉള്ള നല്ലൊരു ഈദ് മുബാറക്ക് വിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകിച്ചൊരു ക്രാഫ്റ്റ് അല്ല കേട്ടോ ചെയ്യണത്. നമ്മൾ റമദാൻ സീരീസ് ആയിട്ട് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലാൻഡേൺ ആണ്, ബോട്ടിൽ വെച്ചിട്ട് മാസൺ ജാറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് ക്രസൻറ്റും സ്റ്റാറൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ വെച്ച് ചെയ്തിട്ട് അതിങ്ങനെ ലാസ്റ്റ് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് പറിച്ചെടുത്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു ലാൻഡേൺ ആയിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ലൈറ്റൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടും. കുട്ടികൾക്കൊക്കെ വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. ആ ഒരു നൈറ്റ് വ്യൂ കണ്ടില്ലേ, നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു ക്രസൻറ്റ് സ്റ്റാറൊക്കെ ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രീം ക്യാച്ചർ പോലെയാണ്, ഒരു ക്രസൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ചുമ്മാ കളയുന്ന കുറേ സീഡ്സും അതുപോലെ ഷെൽസും പിന്നെ നമ്മൾ ഈ ജൂട്ടിൻ്റെ ത്രെഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാർഡ്ബോർഡിൻ്റെ ഒരു ക്രസൻറ്റ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതിൽ സീഡ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് വൂളൻ ത്രെഡും അതുപോലെ ജൂട്ട് ത്രെഡും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അത് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ കോംബ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാങ് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ താഴെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ കോംബ് ചെയ്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ കളയുന്ന സീഡ്സും ഷെൽസൊക്കെ വെച്ചിട്ട് ഒരുപാട് ബോട്ടിൽ ആർട്ടും അതുപോലെ ഡെക്കറേറ്റീവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഇങ്ങനെ ഇതുപോലെ ഒരു ഡ്രീം ക്യാച്ചർ ആയിട്ടും അതുപോലെ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. നമുക്ക് ഇന്ന ഒരു സീഡ്സ് വേണമെന്നൊന്നുമില്ല, നമ്മളെ കയ്യിലുള്ള എന്ത് സീഡ്സ് ആയാലും ഷെൽസ് ആയാലും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അടുത്തതായിട്ട് നമ്മളൊരു റമദാൻ സ്പെഷ്യൽ ഒരു ടേബിൾ ഡെക്കറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ ക്രസൻറ്റ് പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കൊണ്ടുവരുന്ന ആ ഒരു ജൂത്തോട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഞാനൊരു സ്റ്റാറും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോക്സിൽ ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടൊന്നിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ജൂത്തോട്ട് മാത്രമാകുമ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിലേക്ക് ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളിതുപോലെ കളയുന്ന ആ ഒരു തെങ്ങിൻ്റെ ആ ഒരു തേങ്ങയുടെ ഒരു മുത്തിയില്ല, അപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഗോൾഡൻ കളറും ബ്ലാക്ക് കളറൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നമ്മളിതുപോലെ ആ ഒരു തേങ്ങാക്കൊല വെച്ചിട്ട് ഒരുപാട് വാൾ ഡെക്കേഴ്സും ബോട്ടിൽ ആർട്ടും ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റമദാൻ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ബ്ലാക്കും ഗോൾഡൻ കളറും ജൂട്ടോടും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജൂട്ടടും തേങ്ങയുടെ മുത്തിയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ഭംഗിയാണ്, ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടും. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിമ്പിളായിട്ടൊരു വാൾ ഡെക്കർ ആയിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സലിൽ മാത്രമാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ എക്സലിൽ കുറച്ചൊരു വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ക്രസൻറ്റും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതിങ്ങനെ എക്സലിൽ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റാർ ഇങ്ങനെ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ ആ ഒരു വാൾ ഡെക്കറിൻ്റെ ആ ഒരു ഫ്രെയിമിലൊക്കെ അങ്ങനെ ചെയ്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ ആ ഒരു മെറ്റാലിക് കളറൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടും. ഇതും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ പെയിൻറ്റിൻ്റെ ആ ഒരു ചിലവ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. എക്സലിൽ വെച്ചിട്ട് ചെയ്താണെന്ന് ആ ഒരു ക്രസൻ്റ് ഒന്നും കണ്ടാൽ പറയില്ല. കാരണം നമ്മൾ എക്സലിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു റോസ് പൂവിനെ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണ്ട. ഞാൻ ഇതൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേബിൾ ഡെക്കറാണ്. കംപ്ലീറ്റ് ആയിട്ടും കാർഡ്ബോർഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രസൻറ്റും അതുപോലെ ആ ഒരു സ്റ്റാറും പിന്നെ അതിനൊരു സ്റ്റാൻഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് കയ്യിലുള്ള സ്റ്റോൺസും പേൾസൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇങ്ങനെ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാൾ ഡെക്കറാണ് കാണുന്നത്. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ ഇങ്ങനെ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ട് ഒരു വാൾ ഡെക്കറൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു റമദാൻ സ്പെഷ്യലായിട്ടൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരു കാർഡ്ബോർഡ് നമ്മൾ പ്രത്യേക രീതിയിലൊക്കെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഫ്ലവേഴ്സിനെ പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ റമദാൻ കരീം എന്ന് കാണുമ്പോൾ ഇങ്ങനെ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രസൻ്റൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കാർഡ്ബോർഡ് വെച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും കിച്ചൺ വേസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്.
അപ്പോൾ നമ്മളിതിൽ ആ ഒരു ക്രസൻറ്റും അതുപോലെ ആ സ്റ്റാറൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ചുമ്മാ കളയുന്ന ആ ഒരു പിസ്തയുടെ ഷെല്ല് മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ അതിന് ഒരു ഗോൾഡൻ കളർ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ആ ഒരു ക്രസൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു സ്റ്റാർ ഹാങ് ചെയ്ത് നിൽക്കുന്നതും പിന്നെ ആ ഒരു റമദാൻ കരീം എഴുതിയതൊക്കെ നമ്മൾ ഒരു പപ്പായയുടെ സീഡ് ഉണ്ടല്ലോ ആ ഒരു സീഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് ആ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ എന്ത് സീഡാണോ എന്ത് ഷെല്ലാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിനൊരു ഗോൾഡൻ കളറൊക്കെ വന്നപ്പോൾ ബ്ലാക്കും ഗോൾഡനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോന്നിയതാണ് പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്ന. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റമദാൻ ക്രാഫ്റ്റ്. പിന്നെ റമദാൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പൊതുവേ നമുക്ക് ആ ഒരു പ്രാർത്ഥനയ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ക്രാഫ്റ്റ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതാ ഞാനൊരു 6 ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടും അതുപോലെ ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ഇങ്ങനെ ആരും ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു റമദാൻ സീരീസൊക്കെ കഴിഞ്ഞു, നമുക്ക് അടുത്തത് മുതൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും അത്രയ്ക്ക് സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല. മൊത്തം നമ്മൾ ആ ഒരു മഹാമാരിയൊക്കെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ആകെ ഒരു വിഷമത്തിലാണ്. എന്നാലും നമ്മളുടെ ആ ഒരു ഉള്ള സന്തോഷത്തിൽ നമ്മൾ മാക്സിമം ഒന്ന് സന്തോഷിക്കുക, അതുപോലെ എല്ലാവരും ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.